നമ്മൾ ഇവിടെ ഒരു റൗണ്ട് കണ്ടില്ലേ, ഒരു കൊച്ചു ജനിച്ചു, വളർന്ന് അവസാനം സ്കൂളിലൊക്കെ പഠിച്ച് ഡിഗ്രിയൊക്കെ ആയി എടുത്തു. അപ്പോൾ എല്ലാവർക്കും വേണം, അത് അംഗീകരിക്കുന്ന ലോകമാണ്. പിന്നെ വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ആയി ഇതൊക്കെ വന്നപ്പോൾ അപ്പോഴും അംഗീകാരമുണ്ട്. പിന്നെ ആ പ്രായമാകും തോറും അംഗീകാരം കുറഞ്ഞ് തിരസ്കരണം. അപ്പം നമ്മളിത് പഠിക്കണം, തിരസ്കരിക്കപ്പെടാൻ പഠിക്കണമെന്നേ, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകും. നമ്മളെ തിരസ്കരിക്കും. പഴയ തലമുറയെ പുതിയ തലമുറ തിരസ്കരിക്കും. അത് പഠിക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ കുഴപ്പമില്ല, 2 അടി കൊടുത്തു, വഴക്ക് പറഞ്ഞു, അതെല്ലാം അംഗീകരിച്ച് സഹിച്ച് നിൽക്കും. പക്ഷെ ഒരു ലെവല് കഴിയുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും, തിരസ്കരിക്കും. അപ്പോൾ ഇത് കാരണവന്മാർ മനസ്സിലാക്കണം, തിരസ്കരണ ഏക്കം പഠിക്കണം. അവർ തിരസ്കരിക്കും. എൻ്റെ മോൻ അങ്ങനെ പറയും. അത് പ്രതീക്ഷിച്ചു വേണം ജീവിക്കാൻ. പറയും, മോൾ അങ്ങനെ പറയും, അത് പ്രതീക്ഷിച്ചു വേണം വളർത്താൻ. തിരസ്കരണം തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ തിരസ്കരണം ഈ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ പെരുന്നാളിൽ പടക്കം പൊട്ടണം എങ്ങനെയായിരിക്കും? പിന്നെ അവസാനം എങ്ങനെയായിരിക്കും? അതേപോലെയാണ് ഈ ഭൂമി നമ്മളെ തിരസ്കരിക്കുക. പിന്നെ തിരസ്കരണങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാർ നമ്മളെ തിരസ്കരിക്കും, നമ്മുടെ വീട്ടുകാർ നമ്മളെ തിരസ്കരിക്കും. തിരസ്കരണം തുടങ്ങി. ഇതെന്താ ഈ പറയണേ? എടാ, നിന്നെ അവിടെ ഒരാൾ വിളിക്കണടാ എന്നാ പറയണേ. നീ ഇത് പിടിച്ചോണ്ടിരിക്കാൻ നോക്കല്ലേ, വിളിച്ചോടത്തേക്ക് പോ എന്ന സന്ദേശം തരണേ. ഇവർ തിരസ്കരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാതെ എന്നെ വേറെ ആൾ വിളിക്കുന്നു എന്നും പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് പോയേക്കണം. ഇത് നിന്നെ മറക്കണതിന് മുമ്പ് നീ അതിനെ മറക്കണം. കണ്ടിട്ടില്ലേ വീട്ടുകാർ പറഞ്ഞ കേട്ട്, ആദ്യമൊക്കെ പാല് തേന് കണ്ണ് ഒക്കെയാണ്, പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ ഇതാ എൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യ എനിക്ക് തേനാണ് പാലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അത് കഴിയുമ്പോൾ പറയാം, യോവാസിനൊന്ന് പ്രാർത്ഥിക്കണേ, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞ്. വലിയ ബുദ്ധിമുട്ടാണ് യോവാസിനെ, എങ്ങും പോകാൻ പറ്റത്തില്ല, ജയിലില്ല. രാവിലെ മുതൽ ഈ മൂത്രം കോരി, ഈ അപ്പി കോരി, കണ്ടാ അവർ തിരസ്കരിക്കണ കണ്ടാ. അപ്പോൾ ഇതിൽ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല, അത് നാച്ചുറലാ. ജീവിതം നമ്മളെ തിരസ്കരിക്കുന്നതിന് മുമ്പ്, അതായത് ഇത് നമ്മളെ തിരസ്കരിച്ച് പോകും ചുറ്റുമുള്ളവർ. അതിനു മുമ്പ് നമ്മളെ വിളിച്ചവൻ്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി അങ്ങ് പൊക്കോളണം. അപ്പോൾ ഈ തിരസ്കരണം നമുക്കൊരു സപ്പോർട്ടായി മാറും ഇവിടെ നിന്ന് പോകാനായിട്ട്. ഹല്ലേലൂയ. 56 വയസ്സ് അല്ലെങ്കിൽ 58 വയസ്സിൽ നിങ്ങൾ പണിയെടുക്കുന്ന സ്ഥാപനം നിങ്ങളെ തിരസ്കരിക്കും. ഒരു ഡയറി, ഒരു വാച്ചും, ഒരു പക്ഷെ ഒരു ബണ്ണും തരും, പൊക്കോളാൻ പറയും, ബൈ. പക്ഷെ സെൻഡ് ഓഫിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണം. അങ്ങനെയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം സെൻഡ് ഓഫിൻ്റെ പൈസ മേടിച്ചതും ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നിങ്ങൾ വരുന്നു. ജോലിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു അംഗീകാരം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ അംഗീകാരം ഓട്ടോമാറ്റിക് കുറഞ്ഞതായിട്ട് കണ്ടു. വീട്ടുകാർ വയ്യെ തിരസ്കരിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് പിന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. കൂട്ടുകാരോ ഇവനെ കൊണ്ട് ഇനി ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ തിരസ്കരിക്കും. അധികം താമസിയാതെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ശരീരം നമ്മളെ തിരസ്കരിക്കും. പഴയതുപോലെ അനങ്ങാൻ വയ്യ. കുറച്ച് ദിവസത്തിനുള്ളിൽ ഭൂമി നമ്മളെ തിരസ്കരിക്കും. ആൾ മരിച്ചു, നിന്നെ വേണ്ട, ഫിനിഷ്. മൊത്തം തിരസ്കരണം.